ദൈവത്തിന് സ്തോത്രം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി തെരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 10-ാമത്തെ അധ്യായം 21-ാം വാക്യം. യേശു അവനെ നോക്കി അവനെ സ്നേഹിച്ചു. ഒരു കുറവ് നിനക്കുണ്ട്. നീ പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്ക, എന്നാൽ നിനക്ക് സ്വർഗത്തിൽ നിക്ഷേപമുണ്ടാകും. പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞു. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ നല്ല ദൈവമേ, ഈ അനുഗ്രഹീതമായ സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ദൈവവചനത്തിന് മുൻപാകെ ഞങ്ങൾ ഇരിക്കുന്നു. നിന്റെ പരിശുദ്ധാത്മാവിന്റെ കൃപയും ബലവും ഞങ്ങൾ അനുഭവിപ്പാൻ സഹായിക്കണമേ. യേശു തമ്പുരാന്റെ നാമത്തിൽ താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ. God is always doing the work of transformation. ദൈവം എപ്പോഴും രൂപാന്തര പ്രക്രിയയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നവനാണ്. പാഴും ശൂന്യവുമായിരുന്ന ഒരു ലോകത്തെ ഫലകരമായ ഭൂമിയാക്കി മാറ്റി രൂപാന്തരപ്പെടുത്തി ദൈവം. അടിമകളായിരുന്ന ഒരു സമൂഹത്തെ ഒരു ഉടമ്പടി സമൂഹമാക്കി രൂപാന്തരപ്പെടുത്തി ദൈവം. ജനമല്ലാതിരുന്ന ഒരു സമൂഹത്തെ സ്വന്തം ജനമാക്കി രൂപാന്തരപ്പെടുത്തി ദൈവം. ദൈവം എപ്പോഴും രൂപാന്തര പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നവനാണ്. ദൈവത്തിന്റെ പൂർത്തീകരണമായി നാം കാണുന്നത് ക്രിസ്തുവിനെയാണ്. ഈ ക്രിസ്തുവിലൂടെയും യാതൊരു മാറ്റവുമില്ലാതെ ഈ രൂപാന്തരത്തിന്റെ പ്രവർത്തനങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. കുരുടർ കാണുന്നു, ചെകിടർ കേൾക്കുന്നു, മുടന്തർ നടക്കുന്നു, കുഷ്ഠരോഗികൾ സുഖമായി തീരുന്നു, മരിച്ചവർ ഉയർക്കുന്നു. രൂപാന്തര പ്രവർത്തനങ്ങൾ തുടരുകയാണ്. Transformation is a gift and at the same time it is a task. രൂപാന്തരം എന്നത് ഒരു ദാനമാണ്, അതേസമയം അത് ഗൗരവമേറിയ ഒരു ഉത്തരവാദിത്വമാണ്. പുറപ്പാട് പുസ്തകം 20-ാമത്തെ അധ്യായത്തിൽ നാം കാണുന്നുണ്ട്, മോശ യഹോവയാൽ നൽകപ്പെട്ട കൽപ്പനകൾ ജനത്തിന് കൈമാറുകയാണ്. ആവർത്തന പുസ്തകം 5-ാം അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ ചില നേരത്തേക്ക് ആവർത്തന പുസ്തകം 5-ാം അധ്യായം നമ്മുടെ ഒരു ധ്യാനമാവുകയാണ്. ഒരു പുതിയ തലമുറയ്ക്ക് മോശ 10 കൽപ്പനകൾ കൈമാറുകയാണ്. സീനായി മലയിൽ വെച്ച് നടന്ന സംഭവം ഈ പുതിയ തലമുറയുടെ മനസ്സിലുണ്ട്. അതവർക്കൊരു സുഖകരമായ സ്മരണയാണ്, ഓർമ്മയാണ്. എന്നാൽ സീനായി മലയിലെ സംഭവം അവരുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറിയിട്ടില്ല. സീനായി സംഭവം ജീവിതത്തിന്റെ ഭാഗമാകാതിരുന്ന ഒരു സമൂഹത്തോട് മോശ വളരെ കൃത്യമായി ആവർത്തിച്ചു പറയുകയാണ്. എന്താണ് പറയുന്നത് അറിയാമോ? ആവർത്തന പുസ്തകം 5-ാമത്തെ അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിൽ, ഈ നിയമം യഹോവ നമ്മുടെ പിതാക്കന്മാരോടല്ല, നമ്മോട്, ഇന്ന് ഇവിടെ ജീവനോടിരിക്കുന്ന നമ്മോട് തന്നെ ചെയ്തു. അതുകൊണ്ട് ഈ കൽപ്പനകൾ നിങ്ങൾക്ക് പ്രസക്തമാണ്. അതുകൊണ്ട് ഈ കൽപ്പനകൾ നിങ്ങൾക്ക് വളരെ റെലവന്റ്. ആവർത്തന പുസ്തകത്തിന്റെ ഒരു രചനാ പശ്ചാത്തലം എന്താണ്? നമുക്കറിയാം, ദേശാർത്ഥരായിരുന്ന ഒരു സംഘം ആളുകൾ, ആ ആളുകളെ അനുസരണ ബോധമുള്ളവരാക്കി, ശിക്ഷണ ബോധമുള്ളവരാക്കി, ദൈവസ്തുതി പറയുന്നവരാക്കി രൂപാന്തരപ്പെടുത്താനുള്ള മോശയുടെ അദമ്യമായ ഉത്കടമായ ആഗ്രഹത്തിന്റെ ആവിഷ്കാരമാണ് ഈ ആവർത്തന പുസ്തകം. So it is an attempt of Moses to transform the people of Israel. ഇസ്രായേൽ ജനതയെ രൂപാന്തരപ്പെടുത്താനുള്ള മോശയുടെ താല്പര്യമാണ് ഇതിന്റെ ലക്ഷ്യം.
അതുകൊണ്ട് തന്നെ ഒരു ബദൽ നിലനിൽപ്പിന് ആവശ്യമായ രൂപരേഖകളാൽ സമൃദ്ധമാണ് ഈ ആവർത്തന പുസ്തകം. ശരിയായ ആരാധനകളെ കുറിച്ച്, ശരിയായ അയൽപക്കങ്ങളെ കുറിച്ച്, ശരിയായ നീതിയെക്കുറിച്ച്, കാരുണ്യത്തെക്കുറിച്ച് എല്ലാം വളരെ വിശദമായി ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തുകയാണ്. ചുരുക്കത്തിൽ ഇസ്രായേല്യരുടെ രൂപാന്തരമാണ് മോശ ആഗ്രഹിച്ചത് എന്ന് സുവ്യക്തമായി ഈ പുസ്തകത്തിലൂടെ നാം വായിക്കും. ആവർത്തന പുസ്തകം യേശു ക്രിസ്തുവിന് ഹൃദയസ്ഥമായി മാറിയ ഒരു പുസ്തകമാണ്. സുവിശേഷ ഭാഗങ്ങളിൽ പലയിടങ്ങളിലും ക്രിസ്തു ആവർത്തന പുസ്തകത്തിൽ നിന്ന് ഉദ്ധരിക്കുന്നത് നാം വായിക്കുന്നു. മോശയുടെ രൂപാന്തര പ്രവർത്തനങ്ങളിൽ ഏറെ താല്പര്യം കൊണ്ടവനാണ് ക്രിസ്തു. മോശ തുടങ്ങി വെച്ച രൂപാന്തര പ്രക്രിയയിൽ പങ്കുചേരുകയും ചെയ്തവനാണ് ക്രിസ്തു. അത്തരമൊരു രൂപാന്തരീകരണത്തെ കുറിച്ചാണ് ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് നാം വായിക്കാൻ ശ്രമിച്ചത്. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 10-ാമത്തെ അധ്യായം അതിന്റെ 19 മുതലുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, ഒരു ചെറുപ്പക്കാരൻ ക്രിസ്തുവിന്റെ അടുക്കൽ വന്നിട്ട് ചോദിക്കുന്നു, നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം? ആ ചോദ്യത്തിന്റെ കാതൽ ഇതാണ്: എല്ലാ കാലവും സുരക്ഷിതനായിരിക്കാൻ, എല്ലാ കാലവും സന്തോഷവാനായിരിക്കാൻ, എല്ലാ കാലവും ആദരിക്കപ്പെടാൻ ഞാൻ എന്ത് ചെയ്യണം? ക്രിസ്തു ഉത്തരം പറയുന്നു, ഡോണ്ട് ആസ്ക് മീ, റീഡ് ദ ടെക്സ്റ്റ്. എന്നോട് ചോദിക്കേണ്ട, പുസ്തകം വായിക്കുക. ക്രിസ്തു കൃത്യമായും സൂചിപ്പിക്കുന്നു, എന്റെ പുനഃസ്നേഹിത, നിനക്കറിയാം, നിത്യജീവൻ എന്ന ദാനം പ്രാപ്യമാക്കാനുള്ള രൂപരേഖകൾ ആവർത്തന പുസ്തകത്തിലുണ്ട്. അതവന് ക്രിസ്തു ഓർമ്മപ്പെടുത്തുകയാണ്. 10-ാമത്തെ അധ്യായം 19-ാമത്തെ വാക്യത്തിൽ ക്രിസ്തു പറയുന്നു, കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, ചതിക്കരുത്, നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കാൻ എന്നീ കൽപ്പനകളെ നീ അറിയുന്നുവല്ലോ. ഇത് കൽപ്പനകളാണ്. കൽപ്പനകൾ നിത്യജീവനിലേക്കുള്ള മാർഗനിർദ്ദേശങ്ങളാണ്. അതിലൊക്കെ അപ്പുറം ഒരു ബദൽ നിലനിൽപ്പിനെ ചൈതന്യവത്താക്കുന്ന, ആധികാരികമാക്കുന്ന ദൈവ വഴികളാണ് കൽപ്പനകൾ. കൽപ്പനകൾ, ഇറ്റ് ഈസ് നോട്ട് എ സെറ്റ് ഓഫ് റൂൾസ് ബട്ട് എ വിഷൻ, എ പോസിബിൾ വിഷൻ. ഇതൊരു സാധ്യമായ ദർശനമാണ്. ചെറുപ്പക്കാരൻ മറുപടി പറയുന്നു, ഈ കൽപ്പനകളെല്ലാം തന്നെ ഞാൻ ചെറുപ്പം മുതലേ പ്രമാണിച്ചു പോരുന്നയാളാണ്. അതിന് ക്രിസ്തു പറയുന്ന മറുപടി, അത് നല്ലത് തന്നെയാണ്, പക്ഷേ ഒരു കുറവ് നിനക്കുണ്ട്. ആ കുറവ് ചൂണ്ടിക്കാണിച്ചിട്ട് ക്രിസ്തു പറയുകയാണ്, ഫോളോ മീ, നീ എന്നെ അനുഗമിക്കുക. എങ്ങനെയാണ് അനുഗമിക്കേണ്ടതെന്ന് വളരെ കൃത്യമായി ക്രിസ്തു അടിവരയിട്ട് പറയാൻ ശ്രമിക്കുകയാണ്. നിന്റെ ആസക്തികളിൽ നിന്ന് വിമോചിതനായി നീ എന്നെ അനുഗമിക്കുക. നിന്റെ ഭയങ്ങളിൽ നിന്ന് സ്വാതന്ത്ര്യപ്പെട്ട് എന്നെ അനുഗമിക്കുക. നിന്റെ ബന്ധനങ്ങളിൽ നിന്ന്, നിന്റെ ആത്മാരാധനകളിൽ നിന്ന്, അത്യാർത്ഥികളിൽ നിന്ന് നീ പുറത്തു വരിക, എന്നെ അനുഗമിക്കുക. പക്ഷേ രൂപാന്തരപ്പെടാൻ ഈ ചെറുപ്പക്കാരന് മനസ്സില്ല. അവൻ ദുഃഖിതനായി പൊക്കളഞ്ഞു എന്നാണ് തിരുവചന ഭാഗം രേഖപ്പെടുത്തുന്നത്. പ്രിയമുള്ളവരെ, നാം ജീവിക്കുന്നതായിട്ടുള്ള സാഹചര്യം അത് സ്വാർത്ഥതയുടെയും കൂട്ടിവെക്കലിന്റെയും പകപോക്കലിന്റെയും ഒക്കെ ഒരു ചുറ്റുപാടാണ്. നമ്മുടെ പദവികളും
അവകാശങ്ങളും നമ്മുടെ സ്വാതന്ത്ര്യവും ഒക്കെ നഷ്ടപ്പെടുന്ന ഒരു രൂപാന്തരത്തിനും നമ്മൾ താല്പര്യപ്പെടുന്നില്ല. പൗലോസ് അപ്പോസ്തലൻ വളരെ കൃത്യമായി ഓർമ്മിപ്പിക്കുന്നു രൂപാന്തരത്തിന്റെ വഴികളിലൂടെ എങ്ങനെ സഞ്ചരിക്കണമെന്ന്. നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കുകയും ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുകയും നിങ്ങളുടെ ശരീരങ്ങളെ ജീവനുള്ള യാഗമായി സമർപ്പിക്കുക. നിങ്ങൾ എവിടെയാണ്, ആരോടൊപ്പമാണ് നിൽക്കുന്നത്, ഇരിക്കുന്നത്, ഇടപഴകുന്നത് എന്ന് ശ്രദ്ധിച്ചുകൊള്ളുക. നിങ്ങളുടെ മനസ്സുകളെ നിങ്ങൾ രൂപാന്തരപ്പെടുത്തുക. നല്ല ചിന്തകൾ കൊണ്ട്, നല്ല വായന കൊണ്ട്, നല്ല പ്രവൃത്തി കൊണ്ട്, പ്രാർത്ഥന കൊണ്ട് നിങ്ങളുടെ മനസ്സുകളെ രൂപാന്തരപ്പെടുത്തുക. രൂപാന്തരപ്പെടാനുള്ള താല്പര്യം അത് നല്ലതെങ്കിലും അതിനെ പ്രതിരോധിക്കുന്ന ശക്തികൾ വളരെ പവർഫുള്ളാണ്, വളരെ ശക്തമാണ്. അത് ആർത്തിയുടെയും ലൈംഗികതയുടെയും വർഗീയതയുടെയും ആശങ്കയുടെയും ഒക്കെ മുഖം മൂടി അണിഞ്ഞ് നമ്മെ തേടി വരാം. എന്നാലും ഒരു സദ്വാർത്തയുണ്ട്. അത് നമ്മുടെ രൂപാന്തരത്തിന് കൂട്ടായി ദൈവമുണ്ട് എന്നുള്ളത്. അതുകൊണ്ട് നമുക്ക് രൂപാന്തരപ്പെടാം, സ്വതന്ത്രരാവാം, സജീവമാകാം. ദൈവത്തിന്റെ കൽപ്പനകളെ നമുക്ക് അനുസരിക്കാം. നമ്മുടെ അത്യാർത്തികളിൽ നിന്ന്, ആസക്തികളിൽ നിന്ന് നമുക്ക് പുറത്തു വരാം. ക്രിസ്തുവിനെ അനുധാവനം ചെയ്യാം. അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ.